മണ്ടത്തരമാറ്റില്ലണമെങ്കിൽ ആദർശ് എം ഡി ആകുന്ന കാഴ്ച ആദ്യം തന്നെ നമ്മുടെ ജാനകി തടയുമ്പോൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കതിനോട് മോഹമോ ആഗ്രഹമോ ഒന്നുമില്ല, പിന്നെ എന്തിനാണ് അമ്മ ഈ കയറ് പൊട്ടിക്കുന്നത്? കൂടാതെ തന്നെയാണെങ്കിൽ എനിക്ക് ആ എം ഡി സ്ഥാനം ഏട്ടനുള്ളപ്പോൾ സ്വന്തമാക്കി വയ്ക്കാനോ അടക്കി വയ്ക്കാനോ എനിക്കിഷ്ടമില്ല, ആഗ്രഹമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ജലജയാണെങ്കിൽ അടഞ്ഞ സ്വരത്തിൽ പറയുന്നുണ്ട്, ഇത്രയും വലിയ അവസരം കിട്ടിയിട്ട് ഈ കഴുത ഇതാണല്ലോ തിരഞ്ഞെടുത്തത്, ഇവനൊരു ലോകമണ്ടനാണെന്നാണ് മോളെ തോന്നുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അനി പറയുന്നുണ്ട്, ഇതെൻ്റെ മണ്ടത്തരമൊന്നുമല്ല, എനിക്കെൻ്റെ ഏട്ടൻ്റെ തണലിൽ ജീവിക്കാൻ തന്നെയാണ് എപ്പോഴും ഇഷ്ടം എന്ന് പറയുമ്പോൾ ആദർശ് അനിയെ കെട്ടിപ്പിടിക്കുന്നു. കൂടാതെ തന്നെ നന്ദി പറയുന്നുണ്ട്, ഇങ്ങനെയൊരു സഹോദരനെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ അവന്തികയാണെങ്കിൽ തൻ്റെ പദ്ധതികൾ ഓരോന്നായി പാളിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ അച്ഛൻ്റെ AN ജ്വല്ലറി തങ്ങളുടെ കമ്പനിയെ പിടിച്ച് പൊക്കാനായിട്ട് കിട്ടിയൊരവസരമായിരുന്നു ഇത്. പക്ഷേ ഈ അവസരം ആകെ ഇല്ലാതായല്ലോ, ശൂന്യമായല്ലോ എന്ന് ചിന്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശമാണെങ്കിൽ പറയുന്നുണ്ട്, അതെ, ആൾക്കാർ പല കണക്ക് കൂട്ടലും കൂട്ടി വെച്ചിരുന്നിട്ടുണ്ട്, അതൊന്നും എന്തായാലും ഇനി നടക്കാനായിട്ട് പോകുന്നില്ല. ഞാനാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ MD. എൻ്റെ കീഴിൽ എൻ്റെ അനുജനുണ്ട്, അച്ഛനുണ്ട്, മുത്തച്ഛനുണ്ട്, ഇളയച്ഛനുണ്ട്, എല്ലാവരുമുണ്ട്. ഇനി കള്ളത്തരങ്ങളൊന്നും എൻ്റെ ജ്വല്ലറിയെയോ എൻ്റെ ജ്വല്ലറിയുടെ കാര്യങ്ങളെയോ ബാധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇനി എൻ്റെ ജ്വല്ലറിക്കെതിരായി AN ജ്വല്ലറിയല്ല, ഏതു ജ്വല്ലറി വന്നാലും താൻ അവയെല്ലാം തല്ലി തകർക്കുമെന്ന് പറയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.